കഴിഞ്ഞ ദിവസം കേരളം ഒരു വലിയ വികസന കുതിപ്പിനാണ് സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ വന്ന് നമ്മുടെ അഭിമാനമായ ദേശീയപാത 66 ഉദ്ഘാടനം ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ആരും അങ്ങോട്ട് വിളിച്ചില്ലത്രേ. ഇതിന്റെ പേരിൽ വലിയ കരച്ചിലും വിളിയുമാണ് ഭരണപക്ഷത്ത് നടക്കുന്നത്. പക്ഷെ എനിക്കൊരു സംശയം. കഴിഞ്ഞ ഡിസംബറിൽ കൊല്ലത്ത് മേൽപ്പാലം തകർന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്തായിരുന്നു പറഞ്ഞത്? ഒന്ന് ഓർത്തെടുത്തേ. അന്ന് കൊല്ലത്ത് പാലം തകർന്നു വീണപ്പോൾ സ്കൂൾ ബസ് ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടപ്പോൾ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെയെന്ന്. അന്ന് മുഖ്യമന്ത്രി തറപ്പിച്ചു പറഞ്ഞു, ദേശീയപാതയുമായി സംസ്ഥാന സർക്കാരിന് ഒരു ബന്ധവുമില്ല. ഡിസൈൻ മുതൽ ടാറിംഗ് വരെ NHAI ആണ് ചെയ്യുന്നത്. PWDക്ക് അതിൽ ഒരു പങ്കുമില്ല എന്ന്. അതായത് കുഴിയുണ്ടായാൽ കേന്ദ്രം നോക്കണം, പാലം പൊളിഞ്ഞാൽ മോദി വന്ന് ശരിയാക്കണം. അന്ന് ദേശീയപാത അയൽവാസിയുടെ പറമ്പ് പോലെയായിരുന്നു മുഖ്യമന്ത്രിക്ക്. പക്ഷേ ഈ ബന്ധമില്ലാത്ത റോഡിൽ കൂടെ കഴിഞ്ഞ 2 വർഷമായി ഹെൽമെറ്റും വെച്ച് ക്യാമറയുമായി ഓടി നടന്നത് ആരാണ്? നമ്മുടെ മന്ത്രി റിയാസ്. എല്ലാ മാസവും ഒരു വിസിറ്റിംഗ്, കൂടെ ഒരു ഫോട്ടോഷൂട്ട്, എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. ദേശീയപാത പണി ദ്രുതഗതിയിൽ. പണി നന്നായി നടന്നാൽ റിയാസിന്റെ മിടുക്ക്, പാലം തകർന്നാൽ NHAIയുടെ കുറ്റം. എങ്ങനെയുണ്ട് ബുദ്ധി? അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിസിറ്റിംഗ് ഒക്കെ വെറും ഏകോപനം മാത്രമാണെന്നാണ്. അതായത് റോഡ് പണിയുന്നത് കാണാൻ പോകുന്ന ഒരു കാഴ്ചക്കാരൻ മാത്രമാണ് സംസ്ഥാന മന്ത്രി എന്ന് മുഖ്യമന്ത്രി തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇപ്പൊ ഇതാ ഉദ്ഘാടനം വന്നപ്പോൾ സീൻ മാറി. ദേശീയപാതയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ പിണക്കം. എന്താ കാര്യം? തങ്ങളെ ഉദ്ഘാടനത്തിന് വിളിച്ചില്ലത്രേ, അതുകൊണ്ട് മുഖ്യമന്ത്രി പരിപാടി ബഹിഷ്കരിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഉത്തരവാദിത്തം ചോദിച്ചപ്പോൾ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞവർക്ക് പടം എടുക്കാൻ വരുമ്പോൾ മാത്രം മുൻനിരയിൽ ഇരിക്കണം. ഇനി വരാനിരിക്കുന്ന അടുത്ത പരിപാടി എന്താണെന്ന് അറിയാമോ? ഈ റോഡ് വഴി ഒരു KSRTC ബസ് പോകുമ്പോൾ അതിനു മുകളിൽ റിയാസ് മന്ത്രിയുടെ പടം വെച്ച് പുതിയൊരു ഫ്ലെക്സ് അടിക്കും. ഇടതുപക്ഷ സർക്കാരിന്റെ വികസന കുതിപ്പ് എന്ന് എഴുതി വെക്കും. ഉദ്ഘാടനത്തിന് വിളിച്ചില്ലെങ്കിലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ ആരും വിളിക്കണ്ടല്ലോ. ദേശീയപാത 66 വരുന്നത് കേരളത്തിന്റെ വലിയൊരു സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം വിളിച്ചില്ല എന്ന് പറഞ്ഞ് കരയുന്നത് കാണുമ്പോൾ സഹതാപം തോന്നുകയാണ്. കേന്ദ്രം പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് കേരളത്തിന് വേണ്ടിയല്ലേ? അവിടെ എന്തിനാണ് ഈ കക്ഷി രാഷ്ട്രീയം? ഇനി കേരള സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഇതിനു വേണ്ടി എടുത്തു കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ പണം കൊടുത്തു എന്ന് കരുതി നിർമ്മാണത്തിലെ ഉത്തരവാദിത്തം കേന്ദ്രത്തിൻ്റെതും ക്രെഡിറ്റ് പിണറായിയുടേതും ആകുന്നത് എങ്ങനെയാണ്? പണം കൊടുത്തതുകൊണ്ട് മാത്രം റോഡ് സ്വന്തമാകില്ലല്ലോ. അന്ന് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ നിമിഷം നിങ്ങൾ ആ ക്രെഡിറ്റ് ഉപേക്ഷിച്ചതാണ് മുഖ്യമന്ത്രിയെ. പാലം പൊളിഞ്ഞപ്പോൾ NHAIയുടെ തലയിൽ കെട്ടിവെച്ചവർക്ക് നാട മുറിക്കാൻ വരുമ്പോൾ മാത്രം സ്റ്റേജിൽ കയറണം എന്ന് പറയുന്നത് ഇരട്ടത്താപ്പല്ലേ? ദേശീയപാതയുമായി ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞവർ ഇപ്പോൾ ഉദ്ഘാടനത്തിന് വിളിച്ചില്ല എന്ന് പറഞ്ഞ് കരയുന്നത് കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾ പിണങ്ങിയാലും ഇല്ലെങ്കിലും ജനങ്ങൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യും. വികസനം അതിന്റെ വഴിക്ക് നടക്കും. ഈ ഈഗോ രാഷ്ട്രീയത്തിന്റെ നാടകം കൊണ്ട് ആർക്കെങ്കിലും ലാഭമുണ്ടായോ എന്ന് ചോദിച്ചാൽ അത് ട്രോളന്മാർക്ക് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ ബഹിഷ്കരണ നാടകത്തിലൂടെ ഒരു കാര്യം പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ എന്നും വലുത് നാടിന്റെ വികസനമല്ല, മറിച്ച് സ്വന്തം ഇമേജ് മാത്രമാണ്. സ്വന്തമായ ഒരു കല്ല് പോലും എടുത്ത് വെക്കാനില്ലെങ്കിലും മറ്റൊരാൾ ചെയ്ത പണിയുടെ ക്രെഡിറ്റ് എങ്ങനെ സ്വന്തം അക്കൗണ്ടിലാക്കാമെന്ന കാര്യത്തിൽ ഇവർക്ക് ഡോക്ടറേറ്റ് തന്നെയുണ്ട്. ഒരു വികസന പദ്ധതി പൂർത്തിയാക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്നതിന് പകരം നോട്ടീസിൽ എന്റെ പടം എവിടെ, എനിക്കിരിക്കാൻ അവിടെ മുൻനിരയിൽ കസാരയുണ്ടോ എന്ന് നോക്കി പിണങ്ങിയിരിക്കുന്ന ഭരണാധികാരികളെ കാണുമ്പോൾ സഹതാപം തോന്നുകയാണ്. നാടിന്റെ പുരോഗതിയേക്കാൾ തങ്ങളുടെ വ്യക്തിപരമായ ദുരഭിമാനത്തിന് വില കൽപ്പിക്കുന്ന ഇവർ വികസനത്തിന് തുരങ്കം വെക്കുന്നതിൽ പോലും മടിയില്ലാത്തവരായി മാറിയിരിക്കുകയാണ്. ഈ സർക്കാരിന്റെ നിലപാടുകൾ കാണുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ലജ്ജ തോന്നിപ്പോകും. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു കാര്യം തന്നെ 2 രീതിയിൽ അവതരിപ്പിക്കാൻ ഇത്രയും തൊലിക്കട്ടി ഉണ്ടാകുന്നത്? റോഡ് പണി മോശമാകുമ്പോൾ, അഴിമതി നടക്കുമ്പോൾ, അല്ലെങ്കിൽ പാലം പൊളിഞ്ഞു വീഴുമ്പോൾ നിങ്ങൾ കൈ മലർത്തി പറയും, അത് ഞങ്ങളല്ല, അത് കേന്ദ്രമാണ് ചെയ്യുന്നത്, NHAI ആണ് ഉത്തരവാദി എന്ന്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അന്ന് കാണിച്ച ആ മിടുക്കുണ്ടല്ലോ, അത് ലോക പ്രശസ്തമാണ്. എന്നാൽ ഇപ്പോൾ ആ ദേശീയപാതയുടെ പണി തടസ്സമില്ലാതെ പൂർത്തിയാവുകയും കേരളം അതൊരു വികസന നേട്ടമായി ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അതിൽ വലിയ അവകാശവാദങ്ങൾ വരുന്നു. ഉദ്ഘാടനത്തിന് വിളിച്ചില്ല എന്ന് പറഞ്ഞ് പരിപാടി ബഹിഷ്കരിക്കാൻ കാണിക്കുന്ന ഈ ആവേശം കാണുമ്പോൾ ഒന്ന് ചോദിക്കാൻ തോന്നും, അന്ന് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ടാണോ ഇന്ന് ഈ പിണക്കം പറയുന്നത്? ഇവിടെയാണ് രാഷ്ട്രീയത്തിലെ ആ കുടുംബ സ്നേഹം പുറത്തു വരുന്നത്. ദേശീയപാതയുടെ അരികിലൂടെ ഹെൽമെറ്റും വെച്ച് ഫോട്ടോഷൂട്ട് നടന്ന മരുമകൻ റിയാസിനെ
ഉദ്ഘാടനത്തിന് വിളിച്ചില്ല എന്നത് പിണറായി വിജയന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്ന, പ്രധാനമന്ത്രി നേരിട്ടെത്തുന്ന ഒരു വേദിയിൽ സ്വന്തം മരുമകന് ഒരു കസേര കിട്ടാത്തതാണോ വികസനത്തെക്കാൾ വലിയ പ്രശ്നം? ഒരു നാടിന്റെ മൊത്തം പുരോഗതിയേക്കാൾ വലുത് മരുമകന്റെ പൊള്ളയായ ഇമേജ് ആണെന്ന് വരുത്തി തീർക്കാനാണ് മുഖ്യമന്ത്രി ബഹിഷ്കരണ നാടകവുമായി ഇറങ്ങിയത്. മരുമകനെ വിളിച്ചില്ലെങ്കിൽ ഞാനും വരില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കാണേണ്ടി വന്നത് കേരളത്തിന്റെ ഗതികേടാണ്. പണി നടക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കാൻ പേടിയാണ്. കാരണം എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ നാട്ടുകാർ ചോദ്യം ചെയ്യും. എന്നാൽ പണി ഭംഗിയായി കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോയിൽ തങ്ങൾക്ക് മുൻനിരയിൽ നിൽക്കണം. ഇതിനും വലിയ തമാശ വേറെയുണ്ടോ? കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ കൂരിയാട് ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് നമ്മൾ കണ്ടതാണ്. അന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സർക്കാരിന് നേരെ ഉയർന്നിരുന്നു. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് പറഞ്ഞത്? ദേശീയപാതയുടെ നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമില്ല, അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും NHAIക്കാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പാലം തകർന്നാലും റോഡ് ഇടിഞ്ഞാലും പണി മോശമായാലും ഞങ്ങൾക്ക് അതിൽ പങ്കില്ലെന്ന് കൈകഴുകിയ അതേ മുഖ്യമന്ത്രിയെയും മന്ത്രിയെയും എന്തിനാണ് ഇപ്പോൾ ഈ പണി തീർന്നപ്പോൾ ഉദ്ഘാടനത്തിന് വിളിക്കണമെന്ന് പറയുന്നതെന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. പണി നടക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വവുമില്ല. അപകടം നടന്നാൽ ഞങ്ങളല്ല കേന്ദ്രമാണെന്ന് പറയുക. എന്നാൽ പണി കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോയിൽ തങ്ങൾക്ക് മുൻനിരയിൽ സ്ഥാനം വേണമെന്ന് വാശി പിടിക്കുക. ഇതെന്ത് ന്യായമാണ്? മലപ്പുറത്തെയും കൊല്ലത്തെയും ഒക്കെ റോഡ് പണികൾ പാതി വഴിയിൽ താറുമാറായപ്പോൾ ഞങ്ങൾക്കിതിൽ ഒരു റോളുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയവർ ഇപ്പോൾ റിബൺ മുറിക്കാൻ നേരത്ത് തങ്ങളെ അവഗണിച്ചു എന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ ഒരു സുഖമില്ലേ? സത്യത്തിൽ ഈ ഇരട്ടത്താപ്പാണ് ജനങ്ങളെ അമ്പരപ്പിക്കുന്നത്. പണി നടക്കുമ്പോൾ അതിന്റെ മേൽനോട്ടം വഹിക്കാനോ സുരക്ഷ ഉറപ്പാക്കാനോ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് അധികാരമില്ലെങ്കിൽ പിന്നെ ഉദ്ഘാടനത്തിന് മാത്രം എന്ത് അധികാരമാണുള്ളത്? മന്ത്രി മുഹമ്മദ് റിയാസ് എന്നും രാവിലെ ക്യാമറയുമായി സൈറ്റുകളിൽ പോയി നിന്ന് ഞങ്ങൾ പണിയുന്നു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് നമ്മൾ കാണാറുള്ളതാണ്. ഉത്തരവാദിത്തം വരുമ്പോൾ കേന്ദ്രത്തിന്റെ തലയിലിടുകയും ക്രെഡിറ്റ് വരുമ്പോൾ സ്വന്തം പോക്കറ്റിലാക്കാൻ നോക്കുകയും ചെയ്യുന്ന ഈ പരിപാടി ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ പറയുക. ഉദ്ഘാടനത്തിന് വിളിച്ചില്ല എന്ന് പറഞ്ഞ് പരിഭവിച്ച് മാറി നിൽക്കുന്നവർ ഓർക്കേണ്ടതൊന്നേയുള്ളൂ, നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ഇതിൽ നിങ്ങൾക്ക് പങ്കില്ലെങ്കിൽ നിങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. വികസനം ആരുടേതായാലും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. അല്ലാതെ ഓരോ റോഡിന്റെയും പേരിൽ സ്വന്തം മുഖം കാണിക്കാൻ കസേര കിട്ടിയില്ലെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുന്നത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. പണ്ട് റോഡ് തകർന്നപ്പോൾ പറഞ്ഞ അതേ വാക്കുകൾ ഇന്ന് മുഖ്യമന്ത്രി മറന്നുപോയി എന്ന് തോന്നുന്നു. ഈ ബഹിഷ്കരണ നാടകം കൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ ജനങ്ങളെ ഒരു കാര്യം കൂടി ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വികസനത്തെക്കാൾ വലുത് നിങ്ങളുടെ വ്യക്തിപരമായ ദുരഭിമാനമാണെന്ന്. ക്ഷണത്തിൽ പേര് തിരഞ്ഞും കസേരയ്ക്ക് വേണ്ടി വാശി പിടിച്ചും നിങ്ങൾ വീട്ടിലിരുന്നപ്പോൾ അവിടെ വികസനത്തിന്റെ നാട മുറിക്കപ്പെട്ടു. നിങ്ങൾ വന്നില്ല എന്ന് കരുതി അവിടെ ഉദ്ഘാടനം നടക്കാതിരുന്നില്ല. ഞാൻ വന്നില്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല എന്ന് കരുതുന്ന ആ പഴയ കാരണവരുടെ മൈൻഡിലല്ലേ? അതാണ് ഇവിടെ പാളിപ്പോയത്. ഒരാൾ മാറി നിന്നു എന്ന് കരുതി നാടിന്റെ കുതിപ്പ് അവിടെ സ്തംഭിച്ചു നിൽക്കില്ലെന്ന് ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പണിയെടുത്തവർ പണി തീർത്ത് മടങ്ങി. പക്ഷേ പടം എടുക്കാൻ പ്ലാൻ ഇട്ടവർക്ക് ഉദ്ഘാടന വേദിയിലെ വെളിച്ചം അടിക്കാത്തതിന്റെ സങ്കടം മാറാൻ ഇനി ഏത് ഹൈവേയിൽ പോയി ഫോട്ടോഷൂട്ട് നടത്തേണ്ടി വരുമാവോ? സ്റ്റേജിൽ കയറാൻ പറ്റിയില്ലെങ്കിലും വഴി നീളെ വലിയ ഫ്ലക്സുകൾ പൊങ്ങുമായിരിക്കും. ഞങ്ങളുടെ ഇച്ഛാശക്തി, ഇടതുപക്ഷത്തിന്റെ നിശ്ചയദാർഢ്യം എന്നൊക്കെ എഴുതി വെച്ച് ചിരിച്ചു നിൽക്കുന്ന മന്ത്രിയുടെ പടം വരും. വേദിയിൽ കിട്ടാത്ത പ്രാധാന്യം ഫ്ലെക്സിലൂടെ അടിച്ചെടുക്കാനുള്ള ആ പഴയ വിദ്യ ഉടനെ പുറത്തെടുക്കുമായിരിക്കും. നാട് മുറിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം തീർക്കാൻ വേറെ വഴിയില്ലല്ലോ. സാധാരണ ഒരു ജനപ്രതിനിധിക്ക് വേണ്ടത് തന്റെ നാട്ടിൽ ഒരു പണി നടന്നോ എന്നതാണ്. അത് ആര് ഉദ്ഘാടനം ചെയ്തു എന്നത് രണ്ടാമത്തെ കാര്യമല്ലേ? പക്ഷെ ഇവിടെ കാര്യങ്ങൾ തിരിച്ചാണ്. ഹൈവേ വന്നോ എന്ന് നോക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇവിടെ ചിലർ ചിലവഴിച്ചത് സ്റ്റേജിലെ കസേരയ്ക്ക് വേണ്ടിയാണ്. ജനങ്ങളുടെ സൗകര്യത്തെക്കാൾ സ്വന്തം ഇമേജിന് പ്രാധാന്യം നൽകുന്ന ഈ വിചിത്രമായ അവസ്ഥയെ കാലം പരിഹസിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.